ആഴിയിൻ ആഴങ്ങളിൽ കടലിന്റെ ആഴങ്ങൾ തൊട്ടറിഞ്ഞ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള യാത്ര. ആഴിയിൻ ആഴങ്ങളിൽ ഇത് നെൽസൺ അഞ്ചുതെങ്ങ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിച്ച ഇദ്ദേഹം നിരവധി ആത്മീയ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. പ്രാർത്ഥനയും വിശ്വാസവും മുറുകെ പിടിച്ചുള്ള ജീവിതവും സാമൂഹ്യ നന്മ മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളിലും നെൽസൺ വ്യാപൃതനാണ്. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുകയാണ് നെൽസൺ. എൻ്റെ പേര് നെൽസൺ അഞ്ചുതെങ്ങ്. ഞാൻ അഞ്ചുതെങ്ങിലുള്ളതാണ്. ഞാനൊരു മത്സ്യത്തൊഴിലാളി കൂടിയാണ്. ആഴിയിൻ ആഴങ്ങളിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീട്ടിൻ്റെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും കണ്ട് കടലിലേക്ക് മത്സ്യബന്ധനം നടത്താൻ വേണ്ടി അപ്പൻ്റെ പ്രേരണയായി പോവുകയുണ്ടായത്. വീട്ടിൽ കൊടും പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ച സമയങ്ങളിൽ വേറൊരു വഴിയുമില്ലാത്തത് കൊണ്ട് അപ്പൻ്റെ കുലത്തൊഴിലായ മത്സ്യബന്ധനം തന്നെ തുടരണമെന്നുള്ളതായിരുന്നു ദൈവഹിതം എന്ന് മനസ്സിലാക്കി. അതിനുശേഷം വെച്ച് കടലിൽ പണിക്ക് പോയി വളരെ നീറുന്ന ഒരുപാട് അവസ്ഥകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൻ്റെ കൂടെ തന്നെയാണ് ആദ്യം കട്ടമരത്തിലായി പണിക്ക് പോയിട്ടുള്ളത്. ഒരുപാട് കടലിൽ ആദ്യമായിട്ട് പണിക്ക് പോകുമ്പോൾ ഛർദിലും അതുപോലെ തന്നെ ശരീരക്കൊഴിച്ചലെല്ലാം ഉണ്ടാകും. ഇതുണ്ടാകുമ്പോഴും ഇതിനെല്ലാം അതിജീവിക്കണമെങ്കിൽ അപ്പൻ അന്ന് സാന്ത്വനിപ്പിക്കും. കുരിശ് വരഞ്ഞ് പ്രാർത്ഥിക്കുക, നന്മ നിറഞ്ഞ മറിയം ചൊല്ലുക, സ്വർഗസ്നായ ചൊല്ലുക. പ്രാർത്ഥനകൾ പഠിച്ചാൽ ഛർദിലൊക്കെ മാറും. അതുപോലെ തന്നെ ജോലി ചെയ്യുക എന്നുള്ള ഇതിൽ നിർബന്ധിച്ച് അങ്ങനെ ചെയ്യും. അങ്ങനെ ഇരുന്ന് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ ഛർദിലൊക്കെ മാറി കടലിൽ നല്ല പണിക്കൊക്കെ പോകാൻ വേണ്ടിയുള്ള ഒരു ഇതുണ്ടായിട്ടുള്ളത്. ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ കടലിൽ പോകുമ്പോൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ സമയമെല്ലാം അപ്പം പറഞ്ഞു തന്ന പ്രാർത്ഥനകളാണ് ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്പെട്ടിട്ടുള്ളത്. ഞാനും എൻ്റെ ചേച്ചിയുടെ ഭർത്താവും അതുപോലെ തന്നെ വേറെ 2 പേരുമായിട്ട് ഞങ്ങൾ 4 പേരായി ഞങ്ങൾ പണിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ശക്തമായ കാറ്റും മഴയും അകപ്പെട്ട് വളരെ പ്രയാസം കടലിൽ അനുഭവിക്കേണ്ടി വന്നു. അപ്പോഴെല്ലാം പല വിധത്തിലുള്ള ഭയപ്പാടുകളും ഇതൊക്കെ ഉള്ളിൽ ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കുക ചെയ്തത്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് പറഞ്ഞു, പേടിക്കേണ്ട ഒരു കാര്യമില്ല, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ കൂടെ നിന്ന 2 പേരും ഭയപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ഭയങ്കരമായ ശക്തമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ അപ്പൻ മുമ്പ് എന്നെ പറഞ്ഞു തന്ന ഒരു ബൈബിൾ വാക്യം മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. ബൈബിൾ വാക്യം ഇതാണ്: സങ്കീർത്തന പുസ്തകം 21-ാം അധ്യായം 5-ാം തിരുവചനം. ആ വചനം ഇങ്ങനെയാണ്: മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വടിയാണ് നീ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ നീ ഭയപ്പെടേണ്ട, അവിടുത്തെ ഊന്നുവടിയും ദണ്ഡും നിനക്കുറപ്പേകുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ ആ സമയത്ത് നിൽക്കുന്നതെങ്കിലും പക്ഷേ ആ വചനം എന്നെ വളരെയേറെ ശക്തിപ്പെടുത്തി. ഞാൻ അവരോട് പറഞ്ഞു, കർത്താവ് നമുക്ക് കൂടെയുണ്ട്, നമ്മളെ ഭയപ്പെടേണ്ട. കാറ്റ് മാറും, കടൽ മാറും, കോള് മാറും, നമുക്ക് പിന്നീട് ശാന്തമാകും. കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ്റും മഴയൊക്കെ അങ്ങ് ശാന്തമായ ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രാർത്ഥിച്ചാൽ എപ്പോഴും ഉത്തരം നൽകാതെ ഇരുന്നിട്ടില്ല. എപ്പോഴെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അതിനുള്ള അനുഗ്രഹമായിട്ടുള്ള മറുപടിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ പല സന്ദർഭങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ പലപ്പോഴെല്ലാം മത്സ്യം കിട്ടാറില്ല. വളരെ ബുദ്ധിമുട്ടും ദാരിദ്ര്യം അനുഭവിക്കുന്ന സമയങ്ങളിലായിരിക്കും നമ്മൾ വളരെ വീട്ടിലൊക്കെ പ്രയാസങ്ങളൊക്കെ ആയിരിക്കും. ആ സമയത്ത് പണി ദൈവമേ ഞങ്ങൾക്ക് എന്തെങ്കിലും തരണേ എന്നൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ ആദ്യമൊക്കെ വല ഇങ്ങനെ ഇട്ട് വലിക്കുമ്പോൾ മീൻ കിട്ടാറില്ല. അപ്പോൾ വീണ്ടും വല നീട്ടാനുള്ളൊരു മനസ്സ് വീണ്ടും, കാരണം അല്ലെങ്കിൽ കരയ്ക്ക് പോയാൽ പട്ടിണിയല്ലേ, പിന്നെ എങ്ങനെ ഇതാകും, രണ്ടാമതും നീട്ടാമെന്ന് പറഞ്ഞിരിക്കും. ഈ സമയത്ത് പെട്ടെന്ന് വീണ്ടും ബൈബിളിൻ്റെ വചനഭാഗങ്ങൾ എന്നെ ഓർമ്മ വരുന്നത് ആ സമയങ്ങളിൽ വരുന്ന ഒരു വചനഭാഗമാണ് സങ്കീർത്തൻ്റെ പുസ്തകം 34-ാം അധ്യായം 10-ാം തിരുവചനം. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിഷന്ന് വലഞ്ഞേക്കാം, കർത്താവിന് അന്വേഷിക്കുന്നവന് ഒരു കുറവും ഉണ്ടാകുകയില്ല.
പ്രാർത്ഥിക്കുന്നവന് ഒരു കുറവും ഉണ്ടാകില്ലെന്ന് അന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം പിന്നോട് ഞങ്ങൾ വല വലിക്കുമ്പോൾ വല നിറയെ മത്സ്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ 100 അനുഭവങ്ങൾ. പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും അതിന് മറുപടി കിട്ടാതിരുന്നിട്ടില്ല. പിന്നെ ഈ കടലിൽ പോകുമ്പോൾ എത്ര പ്രതിസന്ധിയും പ്രതികൂല കാലാവസ്ഥ വന്നാലും അതിനെ നേരിടാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നിന്ന് കടലിലേക്ക് വള്ളം ഇറക്കുമ്പോൾ തന്നെ ആദ്യമായി കടലിന്മേലെ ആ വെള്ളം തൊട്ട് ഞങ്ങൾ കുരിശ് വരഞ്ഞിട്ടാണ് പോകുന്നത്. അത് പൈതൃകമായി ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും കിട്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് കൈകൂപ്പി ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ കടലിലോട്ട് അങ്ങ് പോകുന്നത്. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും എല്ലാവിധ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും കടൽക്ഷോഭത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയപ്പോഴെല്ലാം ഒരു അപകടവും ഉണ്ടാകാതെ തിരിച്ച് ഇന്ന് വരെ ഇവിടെ കൊണ്ടെത്തിയിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോഴൊക്കെയാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ളതും കൂടുതൽ ഇത് കിട്ടിയിട്ടുള്ളതും. ഏതാണ്ടൊരു ആഗസ്റ്റ് മാസത്തോടു കൂടെ ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ജോസും അതുപോലെ തന്നെ ആൻഡ്രുവും അമലദാസനും ഞങ്ങൾ പണിക്ക് പോയി എല്ലാവർക്കും മത്സ്യം ഇങ്ങനെ കിട്ടിയിരിക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് മത്സ്യം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു വലയിൽ എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്, ഇത് കമ്പയർ വിട്ടതാണ്, ഏതെങ്കിലും മന്ത്രവാദിയോ അല്ലെങ്കിൽ ജോത്സ്യനെയോ കാണിച്ച് അതൊന്ന് കാണിച്ച് അവിടെ നിന്ന് അവർ ചരടോതി തരും, അത് വലയിൽ കെട്ടിയാൽ നമുക്ക് അവരെ പോലെ മത്സ്യങ്ങൾ കിട്ടും. ചിലരൊക്കെ അതങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഇന്നും ഒരാവശ്യമില്ല, നമുക്ക് ദൈവം തരാതിരിക്കത്തില്ല. അത് ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണെങ്കിൽ നാളെ ഉയർപ്പ് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് കിട്ടുന്നെന്ന് പറഞ്ഞ് നമ്മൾ അതിൽ അസൂയപ്പെടുകയോ അല്ലെങ്കിൽ വേദന അവർക്ക് കിട്ടിയല്ലോ എനിക്ക് തന്നില്ല എന്ന് നിരാശപ്പെടുകയോ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കാം, ദൈവം നമുക്ക് തരും. അപ്പോൾ അവർ നിർബന്ധിച്ച് എന്നോട് ആൻഡ്രു ചേട്ടൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പണിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് നമ്മൾ ഒരുമിച്ച് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പോയി ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് അത് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് പണിക്ക് ഞങ്ങൾ ഇനി വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതെന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവരെയും ഒന്ന് ആശ്വസിപ്പിക്കണം, വേറെ മറ്റുള്ളവർ കൂടെ വരാൻ വേറെ ജോലിക്കാരും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊല്ലത്ത് വെച്ചാണ് നടക്കുന്നത്. കൊല്ലത്ത് പള്ളിത്തോട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ അതിൻ്റെ നേരെ മുകളിലായിട്ട് തുയ്യം എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. അപ്പോൾ എൻ്റെ പെട്ടെന്ന് ഓർമ്മയുന്നില്ല, അവിടെ ഞാൻ എല്ലാ ദിവസവും ഈ ആരാധന സെൻറ്ററിൽ ഒരു അരമണിക്കൂർ വീതം ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു, ഞാൻ അങ്ങനെ ഇവരോട് പറഞ്ഞു, ഒരു വലിയൊരു മന്ത്രവാദിയുണ്ട്, നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാം. പക്ഷേ നിങ്ങളൊരു കാര്യമുണ്ട് അവിടെ. അപ്പോൾ അവർ കേട്ടോ വലിയ മന്ത്രവാദി, ഞാൻ പറഞ്ഞു ലോകത്തെ ഏറ്റവും വലിയ മന്ത്രവാദിയാണ് അദ്ദേഹം. അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ വലിയ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് പോകാറുള്ളതെന്ന് പറഞ്ഞു. ഇവരോട് ഇങ്ങനെ ഇതിൽ പറഞ്ഞ് ഞാൻ ഇവരെയൊക്കെ വിശ്വസിപ്പിച്ച് കൊണ്ടുപോകും. എന്നിട്ട് ഞാൻ ഇവരോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ അവിടെ ഒരു പള്ളിയോട് ചേർന്നാണ് ഈ വലിയ മന്ത്രവാദി ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ആശ്രമമെല്ലാം ഉണ്ട്, അതിനകത്ത് നമ്മൾ കണ്ണടച്ചിട്ടേ കയറാവൂ. ഞാൻ നിങ്ങളെ അവിടെ നിന്ന് അവർ വരും, അവർ വന്ന് എന്നോട് സംസാരിച്ചതിന് ശേഷം കണ്ണടയ്ക്കാൻ പറയുമ്പോൾ കണ്ണടച്ച് നമ്മൾ ആശ്രമത്തിനകത്ത് കയറണമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇവരെയൊക്കെ ഈ കണ്ണടച്ച് ഇവരെൻ്റെ കൂടെ ഇതെല്ലാം വിശ്വസിച്ച് ഇവരെൻ്റെ കൂടെ വന്നു. കാരണം ഈ മീൻ കിട്ടണം, കാരണം അത് ദാരിദ്ര്യം കണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അങ്ങനെ കണ്ണൊക്കെ ഇവരെ അടച്ച് ഞാൻ ഇവരെയും കൊണ്ട് നേരെ ഈ ചാപ്പലിനകത്ത് കയറി മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇവരുടെ ചെവിയിൽ ഞാൻ പതുക്കെ പറഞ്ഞു, അദ്ദേഹം വന്ന് ഇനിയിപ്പോൾ കൈവച്ച് നമ്മളെ തലയിൽ തൊടും, അതുവരെയും നമ്മളാരും കണ്ണ് തുറക്കരുതെന്ന് പറഞ്ഞു, മുട്ടിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ചാപ്പലിൻ്റെ മുമ്പിൽ മുട്ടി തന്നെ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണ് തുറക്കാൻ പറഞ്ഞു. കണ്ണ് തുറന്നപ്പോൾ ഒരു ദിവ്യകാരുണ്യ ഈശോയെ കണ്ടേ. ദിവ്യകാരുണ്യ ഈശോയെ കണ്ടിട്ട് അവരെല്ലാവരും പരസ്പരം നോക്കി ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ മന്ത്രവാദി അദ്ദേഹമാണ്, അദ്ദേഹം വിചാരിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. കാരണം എൻ്റെ അപ്പൻ അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ പിറ്റേന്ന് അന്ന് വൈകുന്നേരം ഞങ്ങൾ പണിക്ക് പോയി, വല നിറയെ മത്സ്യം കിട്ടുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു ഇത് കണ്ടപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു, ഈ മറ്റുള്ളവർ ഇപ്പോൾ പോയിട്ട് എന്താ പറയുക, ജ്യോത്സ്യന്മാരെയോ അല്ലെ മന്ത്രവാദികളെ കണ്ട് ചരട് വാങ്ങി വലയിൽ കെട്ടി പിടിക്കുന്ന മീനുകളൊന്നും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല, അത് നിൽക്കത്തുമില്ല. അതൊക്കെ കുറച്ച് നാളത്തേക്ക് മാത്രമേ
അങ്ങനെ കാണത്തുള്ളൂ. പക്ഷേ ഇത് സ്വർഗത്തിലെ ദൈവം നമുക്ക് നമ്മുടെ നിലവിളി കേട്ട് നമ്മുടെ പട്ടിണിയും ദാരിദ്ര്യത്തിൻ്റെ ഇത് കണ്ടിട്ട് നമ്മുടെ കണ്ണുനീര് കണ്ടിട്ട് അനുഗ്രഹിച്ചതാണ്. ഇതിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഫലമാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളതെന്ന് ഞാൻ അവർക്കത് പറഞ്ഞു, അവർക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആഴങ്ങളിൽ പാരമ്പര്യമായി മാതാപിതാക്കളിൽ നിന്നും കിട്ടിയിട്ടുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് യേശു ക്രിസ്തു ഞങ്ങളുടെ അപ്പനാണ്. സ്വന്തം അപ്പൻ ഇപ്പം ഞങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള എല്ലാ നേട്ടവും തരുന്നുണ്ട്. പക്ഷേ ആത്മീയമായും ഭൗതികമായും തരുന്നത് യേശുവാണെന്നുള്ളത് ഞങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഞങ്ങൾക്ക് ഇന്നതുവരെയും സാധിച്ചിട്ടില്ല. ഇനി മാത്രമല്ല, ഞങ്ങൾ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ തൊഴിലും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ നിന്ന് ആ വിശ്വാസത്തിൻ്റെ രീതിയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോയും അത് ഇന്നതുവരെയും ഇപ്പോൾ ഏതാണ്ട് എനിക്ക് 48 വയസ്സായിട്ടുണ്ട്. ഞാൻ കടൽപ്പണിക്ക് ആദ്യമായി പോകുന്ന 1990 കാലഘട്ടങ്ങളിലാണ്. എൻ്റെ ഏതാണ്ട് 14-15 വയസ്സിലാണ് ഞാൻ കടലിൽ പണിക്ക് പോകുന്നത്. ആ സമയത്ത് തൊട്ട് ഇന്നതുവരെയും ഞാൻ ഈ ദൈവത്തെ കണ്ടുമുട്ടി, അല്ലെ ഈ ദൈവത്തെ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞ ആ വിശ്വാസം തുടർന്ന് മുന്നോട്ട് പോയി ഇന്നതുവരെയും ഒരു പരാജയം എന്ന് പറയുന്ന സംഭവിച്ചിട്ടില്ല. ജീവിതത്തിൽ ഉയർച്ചകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. രോഗി സമയത്ത് ശക്തമായ ആ കാറ്റും ആ തിരയിലും പെട്ട് ലൂക്കോസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഏതാണ്ട് കൊല്ലങ്കോട് ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ ഏറ്റവും തെക്കേ അറ്റമായ കൊല്ലങ്കോട് ദേശത്തുള്ള ലൂക്കോസ് ചേട്ടൻ കട്ടമരത്തിൽ ഈ ഓഗിയിൽ അകപ്പെട്ട് അദ്ദേഹം ഒഴുകി നടക്കുകയായിരുന്നു. അദ്ദേഹം മാമ്പള്ളി ഈ പള്ളിയുടെ നേരെ അവിടെ വന്നിട്ട് കൈ വീശി കാണിക്കുന്നു. കാരണം ഈ തിരയും ഭയങ്കര കാറ്റും ഇതിൻ്റെ ഇതായതുകൊണ്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനോ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാനോ ആർക്കും സാധിക്കുന്നില്ല. കാരണം ഓഗി കഴിഞ്ഞ് 3 ദിവസമായിട്ടും ഈ തിരമാലയും ഇതുമായിട്ടില്ല. ഇദ്ദേഹം പട്ടിണി കിടന്ന് ജീവന് വേണ്ടി പോരാടുകയായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനെ പോയി അറിയിച്ചു, അച്ഛൻ ഇങ്ങനെയാണ്, ഒരാൾ കടലിലൂടെ ഒഴുകി നടക്കുന്നുണ്ട്, അദ്ദേഹത്തെ രക്ഷിക്കാൻ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞു. അച്ഛനും ഞാനും ആദ്യമായിട്ട് ഞങ്ങളൊക്കെ വേറെ 2-3 ചേട്ടന്മാരുണ്ട്, ഞങ്ങളൊക്കെ വന്ന് കടപ്പുറത്ത് ഇത് നോക്കി. അപ്പോൾ ഇദ്ദേഹം ജീവന് വേണ്ടി ഇങ്ങനെ വിളിച്ച് കേണുകൊണ്ടിരിക്കുക, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോഴെന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരാരും അത് ചെയ്യുന്നില്ല, അതിന് ഒരു തിരിച്ച് മറുപടി കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാതെ വേറെ വഴിയില്ലെന്ന് പറഞ്ഞിട്ട് അന്ന് ജപമാല ചൊല്ലി അന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. അച്ഛനും ഞാനും ഒക്കെ അതിൽ കൂടുകയുണ്ടായി. അപ്പോൾ 3 സഹോദരങ്ങൾ, ഒരു രമേഷ്, ഡിക്സൺ, അതുപോലെ ബൈജു, അവർ 3 പേരും കൂടെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു വള്ളവുമായിട്ട് പോകാം, മരിക്കുമെങ്കിൽ മരിക്കട്ടെ, പക്ഷേ ഒരു ജീവന് വേണ്ടി അദ്ദേഹം കേണപേക്ഷിച്ചിട്ട് പോലും ആരും ഇതാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥന കഴിഞ്ഞ ഉടൻ തന്നെ ഇവരെത്തുകയും അതോടൊപ്പം തന്നെ ഇവർ ഈ വള്ളത്തിൽ പോയി. പക്ഷേ എല്ലാവരും പേടിച്ച് നിൽക്കുന്ന അവസ്ഥ, ആരും പോകത്തില്ല. അപ്പോൾ ഇവരെ അച്ഛൻ അപ്പോഴും തന്നെ തീർത്ത വെള്ളം കൊണ്ട് ഇവരെ തലയിലേക്ക് തടിച്ച് ഇവരെ തലയിൽ കൈ വെച്ചൊക്കെ പ്രാർത്ഥിച്ചു. ഈ വള്ളത്തിൽ ഇവരെ പറഞ്ഞു ഒരാപത്തുമില്ലാതെ ഇവരവിടെ പോയെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് എത്തുന്നവരെയും അവർക്കൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ അദ്ദേഹം സുഖം പ്രാപിക്കുന്ന ഒരു അനുഭവം കൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അത് വലിയൊരു അനുഭവം, മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. കാരണം ഒരാൾ ജീവന് വേണ്ടി കേണപേക്ഷിച്ചിട്ടും എല്ലാവരും നോക്കുകുത്തികളായിട്ട് നിൽക്കുമ്പോഴും പ്രാർത്ഥനയിലൂടെ മനസ്സിനെ ഉണർത്തിയ ദൈവം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് അതുവരെ നോക്കിയിട്ട് ഇന്നവരായിരുന്നു ഈ രമേഷും ബൈജുവും ഡിക്സനും ഒക്കെ. പക്ഷേ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴേ ദൈവം അവരുടെ ഉള്ളിൽ പ്രവർത്തിച്ചു എന്നേ എനിക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ആ ദൈവം പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് അവർ പോയി ആ ലൂക്കോസിനെ പോയി എടുക്കുകയും കരക്കൊണ്ടുവരികയും ചെയ്തു. ഒരാപത്തും കൂടാതെ കരക്കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. അതുപോലെ മറ്റൊരനുഭവം പറയുകയാണെങ്കിൽ 2006 സുനാമി. ആ സുനാമി സമയത്ത് വാർത്താ ചാനലുകളെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. തമിഴ്നാട് മുഴുവനും, ശ്രീലങ്ക മുഴുവനും, അതുപോലെ ആലപ്പുഴ, കൊല്ലം, ഈ പ്രദേശത്തെല്ലാം സുനാമി ഭയങ്കരമായി അടിച്ചു കയറി, തിരമാലകൾ അടിച്ചു കയറി ഒരുപാട് പേര് മരിക്കുന്ന ഇതൊക്കെ കേട്ട് ഒരു ഭയാനകമായിരിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഞങ്ങളെല്ലാം കൂടി കടപ്പുറത്ത് പോയപ്പോഴും ഞങ്ങളുടെ അവിടെയും തിരമാല വലുതായിട്ട് ഉയർന്നു വരുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ
ഞങ്ങൾ അവിടെ വച്ച് തന്നെ ഞങ്ങൾ ജപമാല എടുത്ത് ജപമാല ചൊല്ലാൻ വേണ്ടി ജപമാല കയ്യിലെടുത്തിട്ട് ജപമാല ചൊല്ലി നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനകൾ ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ വലിയ തിരമാലയായിട്ട് വന്നത് തൊട്ടടുത്ത് വന്നിട്ട് അങ്ങ് ചെറുതായി അങ്ങ് പോയതല്ലാതെ ഒരു നാശവും സംഭവിച്ചില്ലെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മറ്റുള്ള സ്ഥലങ്ങളെല്ലാം കടൽ ഇങ്ങ് മുകളിലോട്ട് അടിച്ചു കയറി ഒരുപാട് വീടുകളും നഷ്ടങ്ങളും അതുപോലെ ഒരുപാട് മനുഷ്യർ മരിച്ചിട്ടുണ്ട്. ആ അവസരത്തിൽ ഒരു പോറൽ പോലും ഇല്ലാതെ ഞങ്ങളുടെ ദേശത്തെ അല്ലെങ്കിൽ ഞങ്ങളുടെ സമൂഹത്തെ അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ കാത്തു പരിപാലിച്ചത് ദൈവമാണെന്ന് ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. കാരണം ആ സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയാണ് ആ വലിയ ദുരന്തത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാനുള്ള അവസ്ഥ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു അനുഭവം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് രാവിലെ പണിക്ക് പോകുന്നത് തന്നെ ആദ്യം ഞങ്ങൾ വെളുപ്പാൻ രാവിലെ 5 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റിട്ട് ഞങ്ങൾ ആദ്യം ദൈവത്തെ പ്രാർത്ഥിക്കും. ദൈവമേ ഇന്ന് പണിക്ക് പോയിട്ട് ഞങ്ങൾ വരുമ്പോൾ ഒരാപത്തോ ഒരപകടങ്ങളോ ഒന്നും ഉണ്ടാക്കരുത്, അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കളെ തീറ്റിപ്പോറ്റാൻ എന്തെങ്കിലും വഴികൾ കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഞങ്ങൾ പോകുന്ന നേരം ഞങ്ങൾ ഉച്ചത്തേക്കുള്ള ഭക്ഷണങ്ങൾ കരുതിയാണ് പോകുന്നത്. ഉച്ചത്തേക്കുള്ള ഭക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വൈകുന്നേരം വരെയുള്ള ഭക്ഷണങ്ങൾ കരുതിക്കൊണ്ട് പോകും. പഴങ്കഞ്ഞി തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. രാത്രി വേവിച്ചിട്ട് ചോറും ചമ്മന്തിയും അതുപോലെ മറ്റ് സാധനങ്ങളൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പോകുന്ന സമയത്ത് തന്നെയായിരുന്നാലും ഞങ്ങൾ പ്രാർത്ഥിച്ച് വളരെ വിശ്വാസത്തോടെയാണ് പോകുന്നത്. ഇനി പോയി എന്ത് തന്നെ സംഭവിച്ചാലും ഞങ്ങൾ അതിൽ വ്യതിചലിക്കത്തില്ല. കാരണം ഞങ്ങൾ അവിടെ അടിയുറച്ച് വിശ്വസിക്കും. ഇനി പോയി ഒന്നും കിട്ടിയില്ല, ഞങ്ങൾ ഒരിക്കലും, എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതുവരെ അങ്ങനെ നിരാശ ബാധിച്ചിട്ടില്ല, നിരാശ അങ്ങനെ വന്നിട്ടില്ല. കാരണം ഇന്ന് എനിക്ക് ദൈവം തന്നില്ലെങ്കിലും നാളെ അതിലേറെ തരും എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം ഇന്ന് വരെ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിലൊന്നും ഒരു വിഷമമോ അല്ലെങ്കിൽ ഒരു പേടിയോ അങ്ങനെ ഒന്നുമില്ല. എന്തുകൊണ്ട് അവർക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണ്, ഈ ദൈവം ഉണ്ടോ ദൈവം ഇല്ല, അങ്ങനെയൊന്നും ഇന്നത് വരെ തോന്നിയിട്ടില്ല. ഒരു ഉറപ്പുണ്ട്, ഇന്ന് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലമായിട്ട് നാളെ ഒരുപാട് തരും. പക്ഷേ ഇന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിരാശപ്പെട്ടില്ല. പക്ഷേ എന്നെപ്പോലെ ഇതുപോലെ കിട്ടാതെ നിരാശപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേര് കാണും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും കൂടുതലായി ദൈവം എനിക്കിങ്ങനെ തരാത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെ എൻ്റെ മനസ്സിൽ തന്നെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോഴും ഞാൻ കൂടുതലായി പ്രാർത്ഥിക്കും, ദൈവമേ കിട്ടാത്തവർക്ക് കൂടുതൽ കൊടുക്കണമേ, നിരാശപ്പെട്ട് കഴിയുന്ന കടലിൽ പോയി പണി ചെയ്ത് ഒന്നുപോലും കിട്ടാതിരിക്കുന്ന സഹോദരങ്ങളെ നീ അവരെ അനുഗ്രഹിക്കണമേ. കടലിൽ ഇഷ്ടംപോലെ മത്സ്യസമ്പത്തുണ്ട്, വർദ്ധിക്കണമേ. ഞങ്ങൾ ആരെയും നീ നിരാശപ്പെടലേ. കാരണം ഈ മത്സ്യസമ്പത്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് കുടുംബങ്ങളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഞങ്ങൾ മക്കളുടെ പഠനമായിരുന്നാലും ഇതെല്ലാം ഓടത്തുള്ളൂ. അപ്പോൾ ഇത് ഇപ്പം ഞങ്ങൾക്ക് വേറൊരു ജോലി അറിയത്തില്ല, വേറൊരു ജോലി കിട്ടത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിൽ ഞങ്ങൾക്ക് ആകെ ഉള്ള ആ ഒരു ആശ്രയം ദൈവത്തെ വിളിച്ചാൽ ഇതെല്ലാം നടക്കും എന്നുള്ളൊരു പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ്. ആ ബോധ്യം ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടൊക്കെയാണ് ഈ സംസാരിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വളരെ വിശ്വാസക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പള്ളിയിലൊന്നും വലുതായിട്ടൊന്നും പോകത്തില്ലായിരുന്നു. പക്ഷേ മാതാപിതാക്കളെ, എൻ്റെ അപ്പൻ തന്നെയാണ് എൻ്റെ ആധ്യാത്മിക ഗുരു എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയും എല്ലാ ഞായറാഴ്ച പള്ളിയിൽ പോകും. അതുപോലെ തന്നെയാണ് ആ പള്ളിയിൽ പോയിട്ട് വന്നാൽ ജോലി കൃത്യമായി ചെയ്യുകയും ചെയ്യും. അതിന് വലിയ വിജയം കാണുന്ന ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഇത് പാത തന്നെ പിന്തുടരണം എന്നുള്ളതാണ് പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരിക്കൽ ഞാൻ വളരെയധികം ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ ഇതായിട്ടൊക്കെ നടക്കുന്ന സമയത്ത് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ വളരെ മോശപരമായ കാര്യമാണ്, ഇതൊന്നും നമുക്ക് പറ്റിയിട്ടുള്ളതല്ല, അങ്ങനെയല്ല, ദൈവത്തിൽ വിശ്വസിക്കാം, പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്ന ആ ഒരു സമയങ്ങളിലാണ് ഒരിക്കൽ എനിക്കൊരു ചെറിയൊരു അപകടമുണ്ടായി. ഈ അപകടമുണ്ടായ സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആദ്യമായിട്ട് പോയിരുന്നത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലായിരുന്നു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ അവിടെ വച്ച് യേശുവിനെ നേരിട്ട് കണ്ടെന്ന് പറഞ്ഞാൽ നേരിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുക. അന്ന് അവിടെ വെച്ച് ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്, മേലിൽ ഞാൻ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ വാക്ക് കേട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത്, പ്രാർത്ഥിക്കുക, ഇതൊക്കെ എൻ്റെ അപ്പൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് സത്യമാണല്ലോ എന്ന് എനിക്ക് തോന്നലുണ്ടായിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ ഇന്നതുവരെയും വിശ്വാസത്തിന് ഒരു കുറവും വന്നിട്ടില്ല. എത്ര പ്രതിസന്ധികളും പട്ടിണിയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളെല്ലാം വന്നിട്ടുണ്ടായാലും ബൈബിൾ വായിക്കാൻ എൻ്റെ അപ്പൻ പറഞ്ഞിട്ട് ബൈബിളിൽ എല്ലാത്തിനും ഉത്തരമുണ്ട്.
ബൈബിളിലില്ലാത്ത ഉത്തരം ഒരിടത്തും നമുക്ക് കിട്ടത്തില്ല. ബൈബിൾ കറക്റ്റ് മറുപടി. മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും മറുപടി നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ബൈബിളിൽ തന്നെ ഉണ്ട്. ബൈബിൾ എടുത്ത് വായിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ കഷ്ടപ്പാടുകളും വേദനകളും എന്ന് നമ്മൾ വരുമ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കും ഇതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിലും ദൈവത്തിൽ വിശ്വസിച്ച ഒരു ജനതയ്ക്ക് ഇതുപോലെ വലിയ വലിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ദാരിദ്ര്യവും കടഭാരങ്ങളും അതുപോലെ തന്നെ വീടില്ലാത്തതും സ്ഥലമില്ലാത്തതും മക്കളെ കെട്ടിക്കാൻ പറ്റാത്തതുള്ള ഒരുപാട് സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. മക്കളില്ലായ്മകളും ഇതൊക്കെ ഒരുപാട് നമുക്ക് ബൈബിളിൽ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ വായനയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വലിയ ആശ്വാസം കിട്ടും. ആ ആശ്വാസം എന്ന് പറയുന്നത് ആ കാലഘട്ടങ്ങളിലും നമ്മുടെ എത്രയോ തലമുറകൾക്ക് മുമ്പുള്ള കാലഘട്ടങ്ങളിലും ഇതെല്ലാം ഓരോ ദൈവവിശ്വാസികളും ദൈവത്തിൽ വിശ്വസിച്ചവനും അതെല്ലാം കടന്നു വന്നിരിക്കുന്നു. ആ കടന്നു വന്ന വഴികളിലൊന്നും അവർ തകർന്നു പോകാതെ നേരിട്ട് തന്നെ അവർ വലിയ വലിയ വിജയങ്ങളിലോട്ടും വലിയ വലിയ ഇതിലോട്ടും അവർ പോയിട്ടുള്ള എന്ന് നമുക്ക് ബൈബിളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ വിശ്വാസത്തിൽ ദൃഢതയോടെ നിൽക്കുന്നത്. ഒരിക്കലും വിശ്വാസത്തിൽ നിന്നും ഇനി എന്ത് തന്നെ നമുക്ക് കിട്ടിയില്ലെങ്കിലും ശരി, ഞങ്ങൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കും. യേശുവിൽ, പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൽ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അതിൽ നിന്ന് ഞങ്ങൾ ഇടം വലം ഞങ്ങൾ തിരിയത്തില്ല. കാരണം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ പ്രധാന കണ്ണി യേശു ക്രിസ്തു തന്നെയാണ്. ആ വിശ്വാസം ഞങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള ആരും ഒരിക്കലും ഞങ്ങളിൽ നിന്ന് ഇനി ആരൊക്കെ ഞങ്ങളെ അടിച്ചമർത്തിയത് അല്ല എന്ന് പറഞ്ഞാലും അത് ഞങ്ങളിൽ നിന്ന് മാറ്റപ്പെടാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ. ആഴങ്ങളിൽ കല്യാണം കഴിഞ്ഞ് ഏതാണ്ട് 1999 ആഗസ്റ്റ് 18 തീയതിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഈ വിശ്വാസത്തിലിരിക്കുന്ന സമയങ്ങളിൽ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടിരുന്നതിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളത്, കർത്താവേ, നീ എനിക്ക് യോജ്യമായി നിൻ്റെ ഇഷ്ടമുള്ള ഒരു പെങ്കൊച്ചിനെ വേണം എനിക്ക് തരാനുള്ളത്. ഒന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ, ആ ആൾ പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കണം, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളായിരിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളായിരിക്കണം. കറക്റ്റായിട്ട് തന്നെയാണ് അതിന് ഉത്തരം കിട്ടിയിട്ടുള്ളത്. എൻ്റെ ഭാര്യയുടെ പേര് സുനിത എന്നാണ്. അവർ എല്ലാ ദിവസവും ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾ കൈകോർത്ത് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾക്ക് പല പ്രതിസന്ധികളും വരുമ്പോഴും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അതിന് ഉത്തരം കിട്ടിയിട്ടുമുണ്ട്. എത്രയോ നാളുകളായി, ഞങ്ങൾക്ക് കുറച്ച് നാളുകൾ ശേഷമാണ് ഞാൻ മക്കളെ കിട്ടുന്നത്. ആദ്യം ഈ കുറച്ച് നാളുകൾ വരെ മക്കൾ കിട്ടുന്ന ഒരു രീതിയിലോട്ടുള്ള കാര്യങ്ങൾ. അപ്പോഴും ഞങ്ങൾ മറ്റുള്ള മക്കൾ കിട്ടാത്ത ഒരുപാട് വേണ്ടി ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനകളും മറ്റു പ്രാർത്ഥനകളൊക്കെ പഠിച്ച് അതിനുശേഷം ഞങ്ങൾക്കും ഒരു കുഞ്ഞിന് ലഭിക്കുകയുണ്ടായി. ഇന്ന് എനിക്ക് 3 മക്കളുണ്ട്. എല്ലാവരും വളരെ വിശ്വാസത്തിലാണ്. ഞാൻ തുടരുന്ന പാത തന്നെയാണ് അവരെയും പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ജോലിക്ക് പോയാലും എവിടെ പോയാലും അവരെല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക്, എൻ്റെ ഭാര്യയും മക്കളും കുർബാനയ്ക്കും പോകാറുണ്ട്. അവരെല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുമുണ്ട്. ദൈവത്തോട് വിളിച്ച് കുടുംബത്തിൻ്റെ എല്ലാ പ്രാരാബ്ദങ്ങളും ദൈവത്തിൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തരം അപ്പം തന്നെ കിട്ടും. പ്രത്യേകിച്ച് ജീവിതത്തിൽ എടുത്തു പറയേണ്ട ഒരു കാരണം, ഞായറാഴ്ച ദിവസത്തെ പരിശുദ്ധ കുർബാനയിൽ കുർബാന ബലിയർപ്പണം കഴിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലുള്ള എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടും. എത്ര പരാജയം ഉണ്ടെങ്കിലും അത് വിജയങ്ങളായി മാറും. എന്ത് ജോലി ചെയ്താലും അതിന് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും.